തിരുവാതിരം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മഹാരാഷ്ട്ര സ്പെഷ്യലായിട്ടുള്ള അവൽ വെച്ചിട്ടുള്ള പോഹ വെച്ചിട്ടുള്ള ചിവിടയാണ് തയ്യാറാക്കുന്നത്. അതും ഒട്ടും ഓയിലില്ലാണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നോക്കണേ. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒരാഴ്ച മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. ഇത് ഓയിൽ വളരെ കുറച്ച് ഒഴിച്ചിട്ട് എങ്ങനെയാണ് പോഹ ചിവിട തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ പത്തലായിട്ടുള്ള അവലാണ് വേണ്ടത്, കനം കുറഞ്ഞത്. അതിനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം, ഓയിലൊന്നും ഒഴിക്കാണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വലിയ ചീനച്ചട്ടി തന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുക്കാനായിട്ട്, പെട്ടെന്ന് കരിഞ്ഞു പോകും. വറുത്ത് കഴിഞ്ഞു. ഞാനതിനെ ഇതുപോലെ ഒരു അരിപ്പയിൽ വറുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒന്ന് അരിച്ചരിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ആദ്യം വറക്കണതിന് 300 പ്രാവശ്യം അരിച്ചതാണ്. അത് കഴിഞ്ഞ് അതിനകത്ത് പിന്നെ അതുപോലെ പൊടി ഉണ്ടാവും. വറുത്ത് കഴിയുമ്പോൾ അതിനരിച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ സൈഡിൽ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഈ ചീനച്ചട്ടിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വറുത്തെടുക്കാം. അതിന് തന്നെ നമുക്ക് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനൊരു 1/2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ പോഹ ഒരു 300 ഗ്രാമാണോ എടുത്തിരിക്കണേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരു 1/2 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കണേ. അപ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ കപ്പലണ്ടീനെ തൊണ്ടോടുകൂടി തന്നെ ഓയിൽ ഒഴിക്കാണ്ട് ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് വറുത്തതിന് ശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം വെളുത്തുള്ളി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കച്ച കിടക്കും, പിന്നെ അത് കേടായി പോകും നമ്മുടെ പോഹ. അതുകൊണ്ട് വെളുത്തുള്ളി തൊട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടാണ്, അതായത് വളരെ കുറച്ച് ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യണേ. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നാളികേരം എന്ന് പറഞ്ഞാൽ കൊപ്രയാണ് എടുത്ത് വെച്ചേക്കണത്. അതിനരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് വരുമ്പോൾ കാഷ്യൂനട്ടും ബദാമും ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ജസ്റ്റ് ഒരു ഓരോരോ മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് പൊട്ടുകടല, പിന്നെ ഞാൻ കടലേന അങ്ങനെ തന്നെ ഉള്ളതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് കൃഷി ചെയ്തത്, പൊട്ടിച്ചത്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഞാൻ ആദ്യം മുതൽ, അതായത് വെളുത്തുള്ളി ഇട്ടപ്പോൾ മുതൽ ചട്ടി ലോ ഫ്ലെയിമിലായിരുന്നു. നന്നായിട്ട് ആ കറിവേപ്പില ഒന്ന് ക്രിസ്പ് ആവണ വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ കിടന്നിട്ടൊന്ന് മൂത്തോട്ടെ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ നമ്മുടെ കപ്പലണ്ടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തത്. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലായാലും മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് നമ്മുടെ ചാട്ട് മസാലയാണ്. അത് ഞാനൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ ആംചൂർ പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് സോൾട്ടാണ്. ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ മസാലപ്പൊടികളും കൂടി ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അവലിനെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഉപ്പും പഞ്ചസാരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ബ്ലാക്ക് സോൾട്ടിൽ കുറച്ചൊരു ഉപ്പ് രസം ഉണ്ട്, അതുകൊണ്ട് തന്നെ അതനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഷുഗറിൻ്റെ അളവും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. പൊടിച്ച പഞ്ചസാര ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കണേ. ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് വെക്കാം. ഇതും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുക. കുറച്ച് ഓയിൽ തയ്യാറാക്കിയ പോഹ ചിവിട തയ്യാറായിട്ടുണ്ട്.
ഞാനൊരു ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടിയും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടികളൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അത് ചൂടാറുന്നതിന് മുന്നേ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വന്നോളും ഏതാണ് കൂടുതൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയാണ് പോഹ ചിവട തയ്യാറാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനു മുന്നും 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ കുറച്ച് ഓയിലുള്ളൂ, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ഹാപ്പി ദിവാലി.